ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയും കേൾക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം രാജകുമാരിയെ ഒരു ക്രൈസ്തവ യുവാവ് വിവാഹം ചെയ്തു. അവർ പോർച്ചുഗലിലെ ഒരു ഗ്രാമത്തിൽ വന്ന് താമസിച്ചു. വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ ആ ഗ്രാമത്തിന് ഫാത്തിമ എന്ന് പേര് വന്നു. ഈ മുസ്ലിം രാജകുമാരിയുടെ പേര് ഫാത്തിമ എന്നായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളൊക്കെ കടന്നു വന്ന കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാത്തിമയിലെ മാതാവെന്ന് നമ്മളൊക്കെ പറയാൻ തുടങ്ങി. ഒക്ടോബർ 13 ഫാത്തിമ മാതാവിൻ്റെ ഏറ്റവും അവസാനത്തെ 6 ദർശനങ്ങൾ നൽകിയ പ്രത്യക്ഷങ്ങളിലെ അവസാനത്തെ ദിവസം ഒക്ടോബർ 13 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ കുട്ടികൾക്ക് 6 പ്രാവശ്യമാണ് ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാല സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് മാതാവ് ഓരോ തവണയും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഏറ്റവും 6ാമത്തെ പ്രത്യക്ഷീകരണം നടന്നത് ഒക്ടോബർ 13 നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും: ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നിത്യനരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. നമ്മൾ ചൊല്ലാറില്ലേ? ആ ജപത്തെ ഫാത്തിമ ജപമെന്നാണ് പറയാം. ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാൾ മെയ് 13 ആണെങ്കിലും ഒക്ടോബർ 13 മാതാവിൻ്റെ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും അവസാനത്തെ ദർശനത്തിൻ്റെ ദിവസമാണ്. പ്രത്യേകം നമുക്ക് ഓർക്കാം, സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ജപമാലയാണെന്നും ലോകത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചേർത്ത് പിടിക്കാൻ, ആ ജപമാലയിലൂടെ സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴികൾ തിരിച്ചറിയാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളായിരിക്കുന്ന മേഖലകളിലും സമാധാനം കൊണ്ട് നിറയാൻ പരിശുദ്ധ അമ്മേ, ഫാത്തിമ മാതാവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവസമൃദ്ധമായി നമ്മളെ പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ.